ചില സാഹചര്യങ്ങൾ നമ്മളെ അൺഹാപ്പി ആക്കാറുണ്ട്. ബട്ട് കൂടുതൽ സമയത്തും നമ്മളുടെ തന്നെ ചിന്തകളും പെരുമാറ്റവും ശീലങ്ങളും ഒക്കെയാണ് നമ്മളുടെ അൺഹാപ്പിനെസ്സിന് കാരണം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അൺഹാപ്പി ആയിട്ടുള്ള ആളുകളുടെ 5 കോമൺ ഹാബിറ്റ്സ് ആണ്. അതേതൊക്കെയാണ് ആൻഡ് അതെങ്ങനെ ഓവർകം ചെയ്യണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, എയിമിങ് ഫോർ പെർഫെക്ഷൻ. നിങ്ങൾക്ക് ലൈഫ് പെർഫെക്റ്റ് ആയാലേ ഹാപ്പി ആവുള്ളൂ എന്നുണ്ടോ? പെർഫെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്താലേ, പെർഫെക്റ്റ് റിസൾട്ട് കിട്ടിയാലേ ഹാപ്പി ആവുള്ളൂ എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഹാപ്പി ആവാനായിട്ട് നിങ്ങൾ കുറേ പാടുപെടും. ഒരു ഇൻഹ്യൂമൻ ലെവലിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് സെറ്റ് ചെയ്താൽ അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസം കുറയ്ക്കാനായിട്ടേ കാരണമാവുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും, ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യണം? റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക ആൻഡ് ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുക. സോ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്കത് തീർക്കാനായിട്ട് പറ്റും, തീർക്കേണ്ടി വരും. ആൻഡ് പെർഫെക്റ്റ് ആവാനായിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്യുകയില്ല. ആൻഡ് ലാസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ പെർഫെക്ഷൻ എയിം ചെയ്താൽ നിങ്ങളെ വളരെയധികം ഹാപ്പി ആക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ മിസ് ചെയ്യുമെന്ന്. നമ്പർ 2, ലിവിങ് ഇൻ എ സീ ഓഫ് നെഗറ്റീവ് വോയിസസ്. നമ്മൾ ഏത് ആൾക്കാരോടൊപ്പമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, എന്താണ് വായിക്കുന്നത്, എന്താണ് കാണുന്നത്, കേൾക്കുന്നത്, ഇതിനൊക്കെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെയുള്ളതിനെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് എന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹാപ്പി ആകാനായിട്ട് സാധിക്കില്ല. ലൈഫ് ഭയങ്കര ഹാർഡാണ്, സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഡേഞ്ചറാണ്, പേടിയാണ്, ഇത്തരത്തിലുള്ള ശബ്ദങ്ങളാവും നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ. സോ ഇതെങ്ങനെ ഓവർകം ചെയ്യണം? സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, ഇൻസ്പയറിംഗ് മ്യൂസിക് കേൾക്കുക, നല്ല ബുക്സ് വായിക്കുക, നല്ല മൂവീസ് കാണുക, നല്ല TV ഷോസ്, നിങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക. ആൻഡ് മൂന്നാമത്തേത്, ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടൂ മച്ച്. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക. പെയിൻഫുൾ മെമ്മറീസ്, കോൺഫ്ലിക്ട്സ്, നഷ്ടമായ അവസരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഓവറായിട്ട് ചിന്തിച്ച് ഹേർട്ട് ആവുക. അതേപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചും വേവലാതിപ്പെടുക. ലൈഫിൽ മോശം കരിയർ ആവും, മോശം റിലേഷൻഷിപ്പ് ആവും, ബാഡ് ഹെൽത്ത് ആവും എന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഒരു സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യണം? പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. സോ ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കണം, പാസ്റ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം, ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യണം. പക്ഷേ ഏത് നേരവും ഇത് മാത്രമാവരുത്. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോക്കസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം നിങ്ങളുടെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. അത് നിങ്ങളെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരും. നാലാമത്തേത്, കമ്പയറിങ് യുവർ സെൽഫ് ആൻഡ് യുവർ ലൈഫ് ടു അതേഴ്സ് ആൻഡ് ദെയർ ലൈഫ്സ്. നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ബാഡ് ഹാബിറ്റ്. നിങ്ങളുടെ കാറും വീടും ജോലിയും പൈസയും റിലേഷൻഷിപ്പും എല്ലാം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ വളരെ സാഡ് ആവുകയും ചെയ്യും. ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാവും, അല്ലേ? ഇതെങ്ങനെ ഓവർകം ചെയ്യണം? സിമ്പിൾ. നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം സ്വയം കമ്പയർ ചെയ്യാം. യു വേഴ്സസ് യുവർ ഓൾഡ് വേർഷൻ. നിങ്ങൾ ലൈഫിൽ എത്ര വളർന്നു, എന്തൊക്കെ അച്ചീവ് ചെയ്തു, വാട്ട് പ്രോഗ്രസ് യു ഹാവ് മെയ്ഡ് ടുവേർഡ്സ് യുവർ ഗോൾസ്. ഇത് നിങ്ങൾ ശീലമാക്കിയാൽ അത് ഗ്രാറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ, കൈൻഡ്നെസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കാരണമാവും, വിച്ച് വിൽ മേക്ക് യു ഹാപ്പി ആൻഡ് പീസ്ഫുൾ. ആൻഡ് നമ്പർ 5, ലിമിറ്റിംഗ് ലൈഫ് ബിക്കോസ് യു ബിലീവ് ദ വേൾഡ് റിവോൾവ്സ് അറൗണ്ട് യു. എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ അച്ചീവ് ചെയ്തു, എന്തൊക്കെ മണ്ടത്തരങ്ങൾ ചെയ്തു, എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തി, ഫുൾ ടൈം ഇത് നോക്കിയിരിക്കുകയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, അതിലായിരിക്കും ഫോക്കസ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ സ്വന്തം ലൈഫ് തന്നെയായിരിക്കും ഇമ്പോർട്ടൻറ്റ്, അതിലായിരിക്കും അവരുടെ ഫോക്കസ്. സോ എല്ലാവരും നിങ്ങളെ നോക്കിയിരിക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാവും, ബട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളത് ഡ്രോപ്പ് ചെയ്യും. സോ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം? അതിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആളുകൾ ഫുൾ ടൈം നിങ്ങളെ നോക്കി ഇരിക്കുകയല്ല എന്ന്, ആൻഡ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട് എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. റിയലൈസ് ദാറ്റ് ദിസ് വേൾഡ് ഡസൻ റിവോൾവ് അറൗണ്ട് യു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അൺഹാപ്പി ആയിട്ടുള്ള ആളുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ശീലങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.